ബഹുമാനപ്പെട്ട ശ്രീ ജി സ്റ്റീഫൻ, അങ്ങേക്ക് 9 മിനിറ്റ്. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുകയാണ് സർ. സംസ്ഥാനത്തെ വനം വന്യജീവി വകുപ്പ് ഇതര സംസ്ഥാനങ്ങൾക്ക് പോലും മാതൃകയാകത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നാടിനെയാകെ ആശങ്കയിലാഴ്ത്തിയ വിഷയമായിരുന്നു ബഫർ സോൺ വിഷയം. ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാതിരുന്ന ഘട്ടത്തിലും കേരളത്തിലെ ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ നടന്ന കേസ് വിജയിപ്പിച്ച് ആശങ്കയിലായ വനാതിർത്തി മേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ച് അനുകൂലമായിട്ടുള്ള കോടതി വിധി നേടിയെടുത്തതിലൂടെയാണ് ബഫർ സോൺ വിഷയത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. വന്യമൃഗ മനുഷ്യ സംഘർഷം ഏറ്റവും രൂക്ഷമായിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വനാതിർത്തി പങ്കിടുന്ന മണ്ഡലങ്ങളിലെ ജനങ്ങൾ വളരെയേറെ ഭീതിയിലാണ് കഴിയുന്നത്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടേറെ നടപടികൾ നമ്മുടെ സംസ്ഥാനം സ്വീകരിച്ചു വരികയാണ്. രാജ്യത്താദ്യമായി സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് മനുഷ്യ വന്യമൃഗ ആക്രമണങ്ങളെ നേരിടുന്നതിന് വേണ്ടിയുള്ള നടപടി സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി എല്ലാ ഡിവിഷനിലും ഡിവിഷൻ എമർജൻസി ഓപ്പറേഷൻ സെൻ്ററുകൾ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിൽ പേപ്പാറ ഫോറസ്റ്റ് ഡിവിഷനിൽ 28 RRT ടീമുകളുടെ സേവനം ഇപ്പോൾ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് സർ. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മുൻകൂറായി അറിയുന്നതിന് വേണ്ടിയുള്ള എയർലി വാർണിംഗ് സിസ്റ്റം വനത്തിനോട് ചേർന്നുള്ള ജനവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. പട്ടികവർഗ വിഭാഗത്തിലുള്ള 500 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ വനം വകുപ്പ് PSC വഴി നിയമിച്ചത് ഈ മേഖലയിലെ വിഷയങ്ങൾ നേരിട്ടറിയാമെന്നുള്ള വ്യക്തികൾക്ക് വനമേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടാനും വനംവകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കാനും വളരെയേറെ സഹായകരമായിട്ടുണ്ട്. വനാന്തരങ്ങൾ താമസിക്കുന്ന ആദിവാസി ഇതര സമൂഹത്തിൽപ്പെട്ട 782 കുടുംബങ്ങൾക്ക് കഴിഞ്ഞ 2 വർഷം കൊണ്ട് പുനരധിവാസം സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ട്. വനഭൂമി സംരക്ഷിക്കുന്നതിനായി നടത്തിയ വലിയൊരു കാൽവയ്പ്പാണ് ഈ നിയമസഭ പാസാക്കിയ സ്വകാര്യ വനങ്ങൾ നിക്ഷിപ്തമാക്കലും പതിച്ചു കൊടുക്കലും ഭേദഗതി ബിൽ. ഇത് വനഭൂമി സംരക്ഷിക്കുന്നതിന് സഹായകരമായിട്ടുണ്ട്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിലെ കോട്ടൂരിൽ നിലവിലുണ്ടായിരുന്ന ആന പുനരധിവാസ കേന്ദ്രത്തെ അത് ഏഷ്യയിലെ ഏറ്റവും വലിയ ആന പുനരധിവാസ കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്ത് തന്നെ 82.38 കോടി രൂപ വകയിരുത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് സർ. ഇവിടെ ശ്രീ CK കരീന്ദ്രൻ സൂചിപ്പിച്ചു. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കി അത് നാടിനെ സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ. സാർ, മൃഗസംരക്ഷണ മേഖലയിലും ക്ഷീരമേഖലയിലും വളരെ അനുകൂലമായിട്ടുള്ള ക്ഷീരകർഷകർക്ക് അനുകൂലമായിട്ടുള്ള നിരവധിയായിട്ടുള്ള നടപടികൾ നമ്മൾ നടത്തി വരികയാണ് സർ. ക്ഷീരശ്രീ പോർട്ടൽ, ക്ഷീരജാലകം പദ്ധതികൾ മുഖേന ക്ഷീരകർഷകർക്ക് അർഹമായിട്ടുള്ള സേവനങ്ങളും സമയബന്ധിതമായും കാര്യക്ഷമമായും നൽകുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മിൽമയുടെ പ്രതിദിന പാൽ സംഭരണം 2013-14 കാലയളവിൽ 6.42 ലക്ഷം ലിറ്ററിൽ നിന്നും ഇപ്പോൾ 12.56 ലക്ഷം ലിറ്ററായി വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സാർ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മിൽമയുടെ വിറ്റുവരവിൽ ഏതാണ്ട് 97% വർധന ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സങ്കരയിനം പശുക്കളുടെ പാലുൽപാദനക്ഷമതയിൽ കേരളത്തിന് ഇന്ന് രാജ്യത്തെ തന്നെ 3ാം സ്ഥാനം കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സാർ. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിനും വിപണനത്തിലും മറ്റ് ബ്രാൻഡുകളുമായി കിടപിടിക്കുന്ന രീതിയിൽ പൊസിഷനിങ് മിൽമ എന്ന ദീർഘകാല പദ്ധതിയുമായി ക്ഷീരവികസന വകുപ്പ് മിൽമയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിൽ 2 ജേഴ്സി ഫാമുകളാണ് സാർ പ്രവർത്തിക്കുന്നത്, ബിദിരയിലും ചെറ്റച്ചലും. ഈ 2 ജേഴ്സി ഫാമുകളുടെയും പ്രവർത്തനങ്ങളിൽ അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ കൂടെ സർക്കാർ ഏറ്റെടുത്ത് നടപ്പിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. ഇവിടെ
ഓട്ടോമാറ്റിക് കുടിവെള്ള സംവിധാനം, താപനിയന്ത്രണ സംവിധാനങ്ങൾ, അടിയന്തരമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ, ജലദൗർലഭ്യം പരിഹരിക്കൽ, ക്വാർട്ടേഴ്സുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം, പുൽകൃഷി ചെയ്യാനുള്ള സ്ഥലം വികസിപ്പിക്കൽ തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ 2 ജേഴ്സി ഫാമുകളിലും നടപ്പിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. ഇത്തരം കാര്യങ്ങളിൽ മന്ത്രിയുടെ അടിയന്തര ശ്രദ്ധ പതിയണമെന്നും ഇതിനാവശ്യമായ ഫണ്ട് ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു സാർ. മാറി മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനം കാരണം പാലിൻ്റെ അളവ് 20% നമ്മുടെ സംസ്ഥാനത്ത് കുറഞ്ഞു വരികയാണ് സാർ. സ്വയം പര്യാപ്തത വേണമെങ്കിൽ നിലവിലുള്ള കർഷകരെ സഹായിക്കണം. അതേപോലെ തന്നെ ഈ മേഖലയിൽ പുതുതായി കടന്നു വരുന്ന യുവ കർഷകരെ ആ രംഗത്ത് ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വകുപ്പ് സ്വീകരിക്കണം. കാലിത്തീറ്റയുടെ വില വർധനവ്, കാലിത്തീറ്റയുടെ ഉൽപ്പാദനത്തിലുള്ള അസംസ്കൃത സാധനങ്ങൾ കേരളത്തിൽ ലഭ്യമല്ലാത്തതാണ് കാരണം. അന്യ സംസ്ഥാനത്തു നിന്ന് കാലിത്തീറ്റ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ വളരെയേറെ വില കൂടുന്നുണ്ട് സാർ. പാലിൻ്റെ സബ്സിഡി വകുപ്പ് 1 രൂപയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 3 രൂപയുമായിട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടി നീക്കിവെക്കുന്ന തുക കുറവാണ്. അതുകൊണ്ട് 12 മാസവും പാലിനുള്ള സബ്സിഡി കൊടുക്കാൻ വേണ്ടി കഴിയാത്തത് ക്ഷീര കർഷകരെ ഒരു പരിധിവരെ ബുദ്ധിമുട്ടിക്കുന്നു സാർ. അതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം, സബ്സിഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാർഗ്ഗനിർദ്ദേശത്തിൽ 40,000 രൂപയായി നിജപ്പെടുത്തിയിട്ടുണ്ട്. ആ പരിധി എടുത്തു കളയണമെന്നാണ് അഭ്യർത്ഥിക്കാൻ വേണ്ടിയുള്ളത്. ഈ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി രൂപീകരണ സമയത്ത് സർക്കാർ തന്നെ കർശനമായി പാലുൽപാദനത്തിന് അനുസൃതമായിട്ടുള്ള തുക നീക്കിവെക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകണം. തദ്ദേശീയ പശുക്കളുടെ പ്രൊഡക്ടിവിറ്റി തോത് 10.3% നമ്മൾ നിൽക്കുന്നത്. ഇതിന് കാരണം സങ്കര ഇനം അല്ലാത്ത കാളകളുടെ ബീജം കുത്തിവെക്കുന്നു എന്നുള്ളതാണ് ക്ഷീര കർഷകർ നമ്മളോട് സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത്യുൽപാദന ശേഷിയുള്ള ബീജം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ ക്ഷീരവികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെക്സ് സോർട്ടഡ് സെമൻ മറ്റ് സംസ്ഥാനങ്ങൾ, പ്രധാനമായും പഞ്ചാബിൽ, ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പത്രവാർത്ത വായിച്ചു, ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി തന്നെ പഞ്ചാബിൽ പോയി ഇത്തരത്തിലുള്ള അത്യുൽപാദന ശേഷിയുള്ള ബീജം അവിടുത്തെ സർക്കാരുമായി ചർച്ച ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ തുക 500 രൂപയിൽ നിന്നും പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലോകത്ത് ഇന്ന് പാലുൽപാദനത്തിൽ 1-ാം സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ നമ്മൾ ഒരു വർഷം 25 ലക്ഷം മെട്രിക് ടൺ പാലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പോഴും കേരളം സ്വയം പര്യാപ്തതയിൽ എത്തിയിട്ടില്ല. 2 ലക്ഷം ലിറ്റർ പാല് അന്യ സംസ്ഥാനങ്ങളെ നമ്മളിപ്പോൾ ആശ്രയിക്കുകയാണ്. നമ്മുടെ കാലി സമ്പത്ത് 33 ലക്ഷമായിരുന്നത് ഇപ്പോൾ കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ അത് 13 ലക്ഷത്തിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. എനിക്ക് അധിക സമയം അനുവദിക്കുമെങ്കിൽ അധിക സമയം അനുവദിക്കൂ. സോറി, സമയം അധികം അനുവദിക്കാൻ പറ്റില്ല. ഒരു മിനിറ്റ്. പാലിന്റെ ഗുണമേന്മ നിർണ്ണയിക്കുന്നതിന് ക്ഷീരവികസന വകുപ്പ് എല്ലാ ജില്ലകളിലും കേന്ദ്രങ്ങളുണ്ട്. പക്ഷെ നിയമപരമായിട്ട് പാല് പരിശോധിക്കാനുള്ള അധികാരം വകുപ്പിനില്ല. അപ്പം അത്തരത്തിൽ ഒരു നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് വകുപ്പ് മുന്നോട്ട് പോകുമോ എന്നാണ് അങ്ങയുടെ ശ്രദ്ധയിലുണ്ടോ ഈ വിഷയം എന്നുള്ളതാണ് എൻ്റെ ശ്രദ്ധയിൽ. കേൾക്കുന്നുണ്ട്, മന്ത്രി അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. സാർ, നമ്മളിപ്പോൾ ഈ നിയമസഭാ സമ്മേളനം നടക്കുന്ന ഘട്ടം, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിലാണ് നമ്മൾ ഈ നിയമസഭാ സമ്മേളനം ചേരുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു തുടങ്ങിയിട്ട് വർഷം 8 കഴിഞ്ഞു. 1-ാം പിണറായി ഗവൺമെൻറ് കാലഘട്ടത്തിൽ അന്വേഷണ ഏജൻസികളെയാണ് അവർ കേരളത്തിലെ ഗവൺമെൻറ്റിനെ തകർക്കുന്നതിന്, അപകീർത്തിപ്പെടുത്തുന്നതിന് ഉപയോഗിച്ചിരുന്നത് എങ്കിൽ 2-ാം പിണറായി ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുന്നത് സാമ്പത്തികമായി തകർക്കുക എന്നുള്ളത്. ഒരു മിനിറ്റ്, സമയം കഴിഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമായി എല്ലാ അധിനിവേശ ശക്തികളും അതേപോലെ തന്നെ സാമ്രാജ്യ ശക്തികളും ഒരു കാലഘട്ടത്തിൽ കോളനികളെ ഞെരുക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായിട്ടാണ് ആദ്യം ഞെരുക്കിക്കൊണ്ടിരുന്നത്. അതേ നിലപാടാണ് 2-ാം പിണറായി ഗവൺമെൻറ്റിനെ, ആ ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്വതന്ത്രമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സം നിൽക്കുന്ന നിലയിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നു. ഇത് പരിഹരിക്കാൻ കേരളത്തിൽ നിന്നുള്ള MP-മാർ ഒറ്റക്കെട്ടായി പരിശ്രമിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വം, UDF-ൻ്റെ നേതൃത്വം അവരുടെ MP-മാർക്ക് നിർദ്ദേശം കൊടുക്കണമെന്നുള്ള വിനീതമായിട്ടുള്ള അഭ്യർത്ഥന മുന്നോട്ട് വെച്ച് ഈ ധനാഭ്യർത്ഥനകളെ ഒരിക്കൽ കൂടി ഞാൻ പിന്താങ്ങി അവസാനിപ്പിക്കുകയാണ്.